ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് റെസിപ്പി കണ്ടാലോ? ഞാനിതിന് എടുത്തിരിക്കുന്നത് കുറച്ച് നിലക്കടലയും തക്കാളിയും കുക്കുംബറുമാണ്. നമുക്ക് എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് നോക്കാം. ഒരു കപ്പ് വറുക്കാത്ത നിലക്കടല പീനട്ട്സ് എടുക്കുക. അത് മുങ്ങി നിൽക്കുന്ന അളവിന് വെള്ളം ഒഴിച്ച് 7 മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ കുതിർക്കുക. കുതിർത്ത വെള്ളം ഊറ്റിക്കളഞ്ഞ് കുക്കറിലോട്ട് ഇട്ടിട്ട് മുങ്ങി നിൽക്കുന്ന അളവിന് വീണ്ടും വെള്ളം ഒഴിച്ച് 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത നിലക്കടലയാണ് ഇത്. അപ്പോൾ നമുക്ക് അത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി 2 തക്കാളി ഗ്രില്ല് ചെയ്യാൻ എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതുപോലെ കളയുക. എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം, പക്ഷേ ചെറിയ പീസാക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് നമുക്കിനി ഗ്രില്ല് ചെയ്യുമ്പോൾ വരേണ്ട ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളിയും പെപ്പറുമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിഞ്ഞ വെളുത്തുള്ളി, 1/4 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ പെപ്പർ പൊടിച്ചത്, പിന്നെ ഒരല്പം ഒലിവ് ഓയിൽ. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ ഓയിലും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രില്ല് ചെയ്യാനായിട്ട് ഞാൻ ചെറിയ റാക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പുറത്ത് നമ്മുടെ ട്രേ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മോഡ് സെറ്റ് ചെയ്യാം. ഈ കാണുന്ന പോലെ ഗ്രിൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ മോഡ് സെലക്ട് ചെയ്ത ശേഷം കൺവെക്ഷൻ പ്രസ് ചെയ്യുക. CONV എന്ന് കാണുന്നത് അതിൽ 200 ഡിഗ്രീസ് സെറ്റ് ചെയ്ത ശേഷം മൈക്രോ പ്രസ് ചെയ്യുക. അതിൽ 270 ഡിഗ്രി സെറ്റ് ചെയ്യും. ഈ രണ്ടും ചേർന്ന് വന്നാലേ നമുക്ക് നന്നായിട്ട് ഗ്രില്ലായി കിട്ടുകയുള്ളൂ. ഇനി ടൈമാണ്. നമ്മുടെ ഡയൽ തിരിച്ച് അതിൽ 11 മിനിറ്റ് സമയം സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്ത് കിട്ടും. ഈ സാലഡിലേക്ക് ഞാൻ സാലഡ് കുക്കുംബറാണ് ചേർക്കുന്നത്. ഇംഗ്ലീഷ് കുക്കുംബറും ചേർക്കാം. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കുക്കുംബർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ കയ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. പതിനൊന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളി നന്നായിട്ട് ഗ്രില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ആ ചാർക്കോൾ കളറൊന്നും അത്ര വരത്തില്ല, ചെറുതായിട്ടേ വരത്തുള്ളൂ. നമുക്കത് മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സിംഗ് ആണ്. ആദ്യം ഗ്രില്ല് ചെയ്ത തക്കാളി ഇതുപോലെ ഒരു സെർവിങ് ബൗളിലേക്ക് എടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബർ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വേവിച്ച നിലക്കടല, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പെപ്പർ, ഒരല്പം ലെമൺ ജ്യൂസ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ തക്കാളി ഗ്രില്ല് ചെയ്യുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഡിന്നറിന് പറ്റിയൊരു സാലഡാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇടയ്ക്കുള്ള സമയത്ത് കഴിക്കാനും ഇത് നല്ലൊരു സ്നാക്കാണ്. മറ്റൊരു എപ്പിസോഡിൽ ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.